എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിന്റെ ഡേ 3യിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ വളരെയേറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജയ സുരേഷ്. ഞാൻ ഒരു ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. അപ്പോൾ ഡേ 1ഉം ഡേ 2ഉം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തിട്ടുള്ളവർ എസ് എന്ന് കമന്റ് ആയിട്ട് ഇടുക. ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ 2 വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുന്നത്. ഈ 7 ദിവസം കൊണ്ട് നിങ്ങളുടെ മണി ബ്ലോക്സിനെ മാറ്റാനുള്ള ടെക്നിക്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡേ 1ഉം ഡേ 2ഉം കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. ഡേ 3 ഈസ് ഓൾ അബൌട്ട് ആക്ടിവേഷൻ. നമ്മൾ ആക്റ്റീവ്ലി അബണ്ടൻസിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം യൂണിവേഴ്സിനോട് ആസ്ക് ചെയ്യാൻ അറിയണം. പക്ഷേ കൂടുതൽ ആൾക്കാരും ഇത് റോങ് ആയിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും ബെഗ് ചെയ്യുന്നു, ഡൗട്ട് ചെയ്യുന്നു, ഡിപ്രഷനിൽ നിന്ന് ആസ്ക് ചെയ്യുന്നു. അതായത് സംശയിക്കുന്നു, യാചിക്കുന്നു, ഡിപ്രഷൻ ആകുന്നു. ഈ രീതിയിൽ നിന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ളത് തന്നെയായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പവർഫുൾ ക്രിയേറ്ററായ യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ദ പവർ ഓഫ് ആസ്കിങ്. ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് ആസ്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ ആസ്ക് ചെയ്യുന്നു എന്നതാണ് നമ്മളുടെ റിസൾട്ടിനെ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. റോങ് വേ, ഡിപ്രഷൻ എനർജി, അതായത് തെറ്റായ രീതിയിൽ പ്രാർത്ഥന. എനിക്ക് പണം വേണം, അല്ലെങ്കിൽ ഞാൻ നശിക്കും, എപ്പോഴാണ് എനിക്ക് സമ്പത്ത് കിട്ടുക, എന്തുകൊണ്ട് എനിക്ക് മാത്രമില്ല. ഇത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആണ്. ഇത് കൂടുതൽ ലാക്ക് അട്രാക്ട് ചെയ്യും. റൈറ്റ് വേ, എങ്ങനെ നമുക്ക് റൈറ്റ് ആയിട്ട് ശരിയായ രീതിയിൽ നമുക്ക് ആസ്ക് ചെയ്യാം. ഇങ്ങനെ വേണം: ഞാൻ അബണ്ടൻസ് ഡിസേർവ് ചെയ്യുന്നു, അത് എൻ്റെ അടുത്തേക്ക് വരുന്നു. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ സമ്പത്തിൻ്റെ ഒരു മാഗ്നറ്റ് ആണ്. ഇത് കോൺഫിഡൻസും ട്രസ്റ്റുമാണ്. ഇത് മിറക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക് ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക, യൂണിവേഴ്സിനോട് കറക്റ്റ്ലി ആസ്ക് ചെയ്യുക, റിസീവിംഗ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുക, ആക്ഷൻ സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ്. റിമെമ്പർ, ആസ്ക് പ്ലസ് ബിലീവ് പ്ലസ് റിസീവ് ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ ഫോർമുല. ഇന്നത്തെ ഡേ 3 ചലഞ്ചിൽ 5 ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1, മോർണിംഗ് ആൻഡ് നൈറ്റ് അഫർമേഷൻസ്. നിങ്ങൾ ഇപ്പോൾ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പെർഫെക്റ്റ്, കണ്ടിന്യൂ ചെയ്യുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ഇന്റൻഷൻ സെറ്റിംഗ് ആണ്. നിങ്ങളൊരു പേപ്പർ എടുക്കുക, ഈ ഫോർമാറ്റ് അതിൽ എഴുതുക. അതായത് ഒരു പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതുക. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇപ്പം എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജയ സുരേഷ്. ഇന്ന് തീയതി, ഇന്ന് എത്രയാണ് ഡേറ്റ്, നിങ്ങളിത് എഴുതുന്ന ഡേറ്റ് എന്നാണോ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നത് ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ഇടുക. ക്ലിയർലി ഡിക്ലെയർ ചെയ്യുക. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഞാൻ $രൂപ അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഞാൻ അട്രാക്ട് ചെയ്യുന്നു. ആ ഡാഷിൻ്റെ അവിടെ നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് നിങ്ങൾ എഴുതുക. ഈ വർഷം അവസാനിക്കുമ്പോൾ എൻ്റെ ഇൻകം ആയിരിക്കും, എൻ്റെ ഇൻകം ഇത്ര രൂപയായിരിക്കും. സ്പെസിഫിക് നമ്പർ എഴുതുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3, ദ സാക്രഡ് ആസ്ക് റിച്വൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ റിച്വൽ തന്നു. ഇത് യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഡിസയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാക്രഡ് മെത്തേഡാണ്. ഇൻസ്പയർഡ് ആക്ഷൻ ഐഡന്റിഫിക്കേഷൻ ആണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സിനോട് ആസ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആക്ഷൻ എടുക്കണം. എങ്ങനെയാണ്? എൻ്റെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഞാൻ ഇന്ന് എടുക്കാവുന്ന, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എടുക്കേണ്ടതായിട്ടുള്ള 3 സ്മോൾ ആക്ഷൻസ് എടുക്കുക. നമ്മൾ ആസ്ക് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ നമുക്ക് പൈസ കിട്ടില്ല. നമ്മൾ ആസ്ക് ചെയ്തിട്ട് ആക്ഷൻ എടുക്കണം.
ആക്ഷൻ എടുക്കുമ്പോഴാണ് യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ഷൻ എന്താണ് എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആലോചിക്കുക. എക്സാമ്പിൾ, ഒരു ന്യൂ സ്കിൽ ലേൺ ചെയ്യാൻ തുടങ്ങുക, ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി റിസർച്ച് ചെയ്യുക, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ വീഡിയോ കാണുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത് ആ 3 കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അവിടെയാണ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് 5, ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് വിഷ്വലൈസേഷൻ. അതായത് ഇന്നത്തെ 3 ഗ്രാറ്റിറ്റ്യൂഡ് പോയിന്റ് നിങ്ങൾ എഴുതുക. പ്ലസ് എനിക്ക് വരാൻ പോകുന്ന അബണ്ടൻസിന് മുൻകൂട്ടി നന്ദി പറയുക. അതുകൂടി ആഡ് ചെയ്യുക. അതായത് നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്ന്, അതായത് ഡേ 1 ഡേ 2 നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് ആഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കമന്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡേ 3 കംപ്ലീറ്റ് പ്ലസ് നിങ്ങളുടെ 30 ഡേ ഫിനാൻഷ്യൽ ഗോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എമൗണ്ട് ഓപ്ഷണൽ ആണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പവർഫുൾ പാർട്ടിലേക്ക് പോകാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വയറ്റ് സ്പേസ് കണ്ടെത്തുക. നിങ്ങൾ എഴുതിയ ഫിനാൻഷ്യൽ ഗോള് കയ്യിലുണ്ടാവണം. ഹൃദയവും മനസ്സും തുറന്ന് നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ, നിങ്ങൾ ഈ ഒരു ആസ്കിങ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. വീണ്ടും വീണ്ടും ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ ഷോൾഡറുകൾ, നിങ്ങളുടെ ജോ, ഹാർട്ട്, ഇതെല്ലാം ശരീരം മുഴുവൻ റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ ഹാർട്ടിന്റെ സെന്ററിൽ നിന്നും, ഹൃദയത്തിന്റെ നടുക്ക് നിന്നും ഒരു ഗോൾഡൻ ഗ്ലോയിങ് ലൈറ്റ് വിഷ്വലൈസ് ചെയ്യുക. ഇത് അബണ്ടൻസിന്റെ പ്യുവർ എനർജിയാണ്. ഈ ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ എൻറ്റയർ ബോഡിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഓറയിൽ, നിങ്ങൾ ആ ഒരു ഓറയിലാണ്. നിങ്ങളുടെ ആ ഓറ ആ ഒരു ലൈറ്റ് കൊണ്ട് തിളങ്ങി നിൽക്കുന്നതായി കാണാം. നിങ്ങളിപ്പോൾ അബണ്ടൻസ് ഫ്രീക്വൻസിയിലാണ്. ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വളരെ കോൺഫിഡൻസോടെ യൂണിവേഴ്സിനോട് ഡിക്ലെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്നോടൊപ്പം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പറയാം. Beloved universe, infinite source of all abundance, ഞാൻ റെഡിയാണ് വെൽത്ത് റിസീവ് ചെയ്യാൻ. പണത്തെ സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേര് പറയുക, എമൗണ്ട് പറയുക. എൻ്റെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഞാനിത് ഡിസേർവ് ചെയ്യുന്നു. ഞാനിതിന് ഓപ്പണാണ്. ഞാനിത് ഗ്രേറ്റ്ഫുള്ളി റിസീവ് ചെയ്യുന്നു. എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടി, എല്ലാവരുടെയും ഹയസ്റ്റ് ഗുഡിന് വേണ്ടി ഞാൻ ഈ നിമിഷം അങ്ങയോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഇറ്റ് ഈസ് ഡൺ ആൻഡ് സോ ഇറ്റ് ഈസ്. പെർഫെക്റ്റ്. നിങ്ങളിത് യൂണിവേഴ്സിലേക്ക് സെൻഡ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ വിഷ് ഓൾറെഡി ഗ്രാൻഡഡായി ഫീൽ ചെയ്യുക. അത് നിങ്ങൾക്ക് കിട്ടിയതായി ഫീൽ ചെയ്യുക. ആ മണി ഓൾറെഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. എങ്ങനെയായിരിക്കും ആ ഒരു നിമിഷത്തിലെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ, നിങ്ങളുടെ ഹാപ്പിനെസ്? നിങ്ങളത് ആരോടൊക്കെ ഷെയർ ചെയ്യും? അതെല്ലാം വിഷ്വലൈസ് ചെയ്യുക. ആ പണം ഉപയോഗിച്ച്
നിങ്ങൾ എന്തെല്ലാം ചെയ്യും? അതെല്ലാം കാണാം. അപ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്, റിലീഫ്, എക്സൈറ്റ്മെന്റ്, പീസ്, ഇങ്ങനെയുള്ള എല്ലാ ഫീലിങ്ങും നിങ്ങളുടെ ബോഡിയിൽ ഫില്ല് ചെയ്യുക. ഇത് മാനിഫെസ്റ്റേഷന്റെ ഫ്യൂവലാണ്. നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന് മെന്റലി പറയാം, ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, ആ ഒരു ഫീലിങ്ങിനെ എല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് യൂണിവേഴ്സിനോട് പറയാം, താങ്ക് യു ഫോർ ദിസ് അബണ്ടൻസ്. ഐ ആം ഗ്രേറ്റ്ഫുൾ. എനിക്കിതെല്ലാം തന്ന് അനുഗ്രഹിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. കുറച്ച് സമയം കൂടി ആ ഒരു ഫീലിങ്ങിൽ, ആ ഗ്രാറ്റിറ്റ്യൂഡിങ്ങിൻ്റെ ഫീലിങ്ങിൽ മുഴുകിയിരിക്കാം. പെർഫെക്റ്റ്. സ്ലോലി, ജെന്റ്ലി ഐസ് ഓപ്പൺ ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ റിക്വസ്റ്റ് റിസീവ് ചെയ്തിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഡേ 3 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ക്ലിയർ ഇന്റൻഷൻ സെറ്റ് ചെയ്തു നിങ്ങൾ, അല്ലേ? യൂണിവേഴ്സിനോട് കറക്റ്റ്ലി ആസ്ക് ചെയ്തു, റിസീവിംഗ് മോഡ് ആക്ടിവേറ്റ് ചെയ്തു, ആക്ഷൻ സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് കണ്ടിന്യൂ ആയിട്ട് മോർണിംഗ് ആൻഡ് നൈറ്റ് അഫർമേഷൻ, ഗോൾ റിവ്യൂ, നിങ്ങളുടെ റിട്ടേൺ ഗോൾസ് ഡെയിലി റീഡ് ചെയ്യുക. ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ. ഇന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത 3 ആക്ഷൻസിൽ ഒന്നെങ്കിലും ഇന്ന് നിങ്ങൾ ചെയ്യുക. സ്റ്റേ അലർട്ട്. ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ചെയ്യുക. യൂണിവേഴ്സ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഒരു അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ നമ്മൾ അലേർട്ടായിരുന്നാൽ മാത്രമാണ് അതിനെ കണ്ടുപിടിക്കാനും നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നുള്ളൂ. യൂണിവേഴ്സ് എപ്പോഴും സൈനുകളായിട്ടായിരിക്കും തരുന്നത്. ആ സൈനുകളെ ശ്രദ്ധിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മസ്റ്റായിട്ട് എഴുതുക. ഇന്നത്തെ 3 പോയിന്റ്സ് പ്ലസ് ഫ്യൂച്ചർ അബണ്ടൻസിന് വേണ്ടി നന്ദി പറയുക. നിങ്ങളിതെല്ലാം കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഡേ 3 കംപ്ലീറ്റ് പ്ലസ് നിങ്ങളുടെ 30 ഡേ ഫിനാൻഷ്യൽ ഗോൾ. എമൗണ്ട് ഓപ്ഷണലാണ്. എക്സാമ്പിൾ, ഡേ 3 കംപ്ലീറ്റ് മൈ 30 ഡേയ്സ് ഗോൾ ഈസ് ₹50,000. ഇമ്പോർട്ടൻറ്റ്, ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത്. നാളെ ഡേ 4 നമ്മൾ ഡീപ്പ് റൂട്ടഡ് മണി ബ്ലോക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും. ഇത് ഏറ്റവും ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഡേ ആയിരിക്കും. ഒരിക്കലും മിസ് ചെയ്യരുത്. ബെല്ലൈക്കൺ ഓണാക്കി വെക്കാൻ മറക്കുകയേ ചെയ്യരുത്. ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ടാഗ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും ഷിഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം യൂണിവേഴ്സ് കനിഞ്ഞ് അനുഗ്രഹിച്ച് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് മെഡിറ്റേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വെൽത്ത് ആക്ടിവേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം റിച്വലുകളും ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.